നമസ്കാരം. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കർണാടകയിൽ ഇപ്പോഴുയരുന്ന സ്ത്രീ പീഡന വിവാദം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, തെരഞ്ഞെടുപ്പ് ചർച്ചയാകും? സ്ത്രീ പീഡകനും കിഡ്നാപ്പറും കൊലപാതകിയുമെന്ന് BJP നേതാവ് തന്നെ അമിത്ഷായ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രജ്വൽ രേവണ്ണയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ആരാണ്? എങ്ങനെയും ജയിക്കാം എന്ന BJPയുടെ ആത്മവിശ്വാസത്തിന് തിരിച്ചടിയാകുമോ പ്രജ്വൽ രേവണ്ണ കേസ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, CPM വക്താവ് A സമ്പത്ത്, BJP വക്താവ് P കൃഷ്ണദാസ് എന്നിവർ. ശ്രീ നൌഷാദ് അലി, ഇത് കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വാദമായി മാറുമോ? അജിംഷ, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അമ്പരപ്പോ അവിശ്വസനീയതോ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാ ഊവേ എന്ന മട്ടിലൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യ വാചകമായിട്ട് വരുന്നത്. 2970-ലേറെ വീഡിയോകൾ, 1000-ലേറെ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹമൊക്കെ എന്തുമാത്രം ആ ഒരു തിന്മയുടെയൊക്കെ ഒരു പ്രതിരൂപമായിട്ടാണ് ഈ പൊതുരംഗത്ത് ഹിതമൊക്കെ ഏറ്റുവാങ്ങി കാലം കഴിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ ഓർത്തുപോയാണ്. ഞാൻ ഈ നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രിയായ നട്വർ സിംഗിന്റെ ഒരു പുസ്തകമുണ്ട്, ദ മാഗ്നിഫിഷ്യന്റ് മഹാരാജ എന്ന പുസ്തകമാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. അത് പാട്യാലയിലെ മഹാരാജയായിരുന്ന ഭൂപീന്ദർ സിംഗിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ വലിയ ജീവിതശൈലിയെക്കുറിച്ചും അതിന്റെ പല വഴിവിട്ടതും അല്ലാത്തതുമായ രീതികളെക്കുറിച്ചൊക്കെ വിശദമായ തോതിൽ പ്രതിപാദിക്കുന്ന പല പുസ്തകങ്ങളിലൊന്നാണ് ഇത്. നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രി എഴുതിയതായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള പഴയകാല പാട്യാല മഹാരാജ ഉൾപ്പെടെയുള്ള, ഇനിയിപ്പോ മഹാരാജ എന്ന് പറയുമ്പോൾ മോദിജി പറഞ്ഞതുപോലെ കൂടെ നവാബ് എന്നും ബാദുഷ എന്നും സുൽത്താൻ എന്നൊക്കെ ചേർക്കാൻ ഞാൻ എന്റെ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ച് തീർത്ത് മുന്നോട്ട് പോയിരുന്നൊരു ഘട്ടത്തെയൊക്കെ ഇന്നത്തെ കാലത്ത് അതേപടി അനുവർത്തിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നു. അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ഇത്തരത്തിലൊക്കെ ഈ പുറത്തു വന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ എന്തൊക്കെ ഇനി പുറത്തു വരാനിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. 1000-നടുത്ത് സ്ത്രീകളുടെ മാനാഭിമാനത്തേക്കാണ് അദ്ദേഹം പിച്ചു ചീന്തിയിട്ടുള്ളത്. അവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ വീഡിയോകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി മോദിജി പരസ്യമായിട്ട് കർണാടകയിൽ പ്രചരണത്തിൽ ഏർപ്പെട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് തൊട്ട് താഴേക്കുള്ള ആളുകളൊക്കെ അവരൊക്കെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്ന ആളുകളാണ്. ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഈ വിഷയങ്ങളൊന്നും ഇപ്പോ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഹോളി നരസിംഹപൂർ എന്ന നിയമസഭാ മണ്ഡലത്തിലൊരു വിജയേന്ദ്ര ഗൌഡ എന്ന ആള് 2023 തന്നെ അവിടുത്തെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വിജയേന്ദ്രക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയതാണ്. 2023 മധ്യം തൊട്ട് കർണാടകയിൽ ഉടനീളം ഈ ഒരു വിഷയത്തിന്റെ അലയൊലികൾ ഉള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിൽ പോയിട്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഏറെ ചെയ്യരുത് എന്ന ഉത്തരവ് വാങ്ങിയതാണ്. അത്തരമൊരാളെ വീണ്ടും BJP തങ്ങളുടെ സഖ്യത്തിൽ മത്സരിപ്പിക്കുകയാണ്. ഈ BJP ഉയർത്തിപ്പിടിക്കുന്ന നൈതികത, ധാർമ്മികത, അവരുടെ രാഷ്ട്രീയ മൂല്യബോധം, ഇതൊക്കെ അവർ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് ഇന്ത്യയിലെ സാധാരണ ജനമൊന്നും കരുതുന്നില്ല. അതൊക്കെ പരസ്യമായിട്ട് ഇവിടെ അനാവൃതമാവുകയാണ്. ഇവരുടെ ഈ കാപഢ്യം, ഇവരുടെ ഈ അവസരവാദമൊക്കെ ജനമധ്യത്തിൽ ഉള്ളി തോല് പൊളിഞ്ഞതുപോലെയായി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കർണാടകയിൽ അടിസ്ഥാനപരമായിട്ട് തെരഞ്ഞെടുപ്പിനെ സമൂലമായി ബാധിക്കുന്നൊരു വിഷയമാവും. കർണാടകക്ക് പുറത്തും രാജ്യമെങ്ങും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. ഏപ്രിൽ 26-ന് പോളിംഗ് കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ആള് യൂറോപ്പിലേക്ക് നാട് വിട്ടുപോയി എന്നാ പറയുന്നത്. അത്തരത്തിൽ രാജ്യം വിടാൻ ഇദ്ദേഹത്തെ അനുവദിച്ച ഏജൻസികളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇവിടെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പട്ടേലിനെയൊക്കെ അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗം ചെയ്യാൻ പോകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തടഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അയച്ച ഒരു വിദേശകാര്യ അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്ര വൈദഗ്ധ്യമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ 12,000 ചില്ലാന 3000-ന് മുകൾ വീഡിയോയിലൊക്കെ ഇത്തരത്തിൽ പരസ്യമാക്കപ്പെട്ട ഒരാളാണ് രാജ്യം വിട്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ BJPക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കർണാടക നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് അവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുന്നു അജിംസ്, 28 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. അവിടെ 20-ലധികം സീറ്റ് കോൺഗ്രസ് ജയിച്ചാലും അത്ഭുതമില്ല എന്ന് പറയുന്നത് BJP അനുകൂല മാധ്യമ പ്രവർത്തകർ തന്നെയാണ്.
അതിനൊരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 5 വാഗ്ദാനങ്ങളൊക്കെ അവിടെ നടപ്പാക്കി. 2000 രൂപ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, പിന്നെ വൈദ്യുതി 200 യൂണിറ്റ് സൗജന്യമാക്കി, യുവാക്കൾക്കുള്ള നൈപുണ്യ പരിശീലനം കൊണ്ടുവന്നു, അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തി. ഇത്തരത്തിലൊക്കെയുള്ള കോൺഗ്രസിന്റെ ഭരണ നേട്ടങ്ങളെ നരേന്ദ്രമോദി പിന്നെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കർണാടകയുടെ എക്സ്ചക്കർ ഖജനാവ് കാലിയാവാൻ പോവുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നോക്കിക്കോ, കർണാടകയിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് BJP ഇതിനെ എതിർക്കുന്നത്. അവരുടെ ഭരണകാലത്തുടനീളം ജനങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും ഇന്ധനവില വർധനയുടെ തീച്ചൂളയിലേക്കൊക്കെ തള്ളിയിടുന്ന ആളുകൾക്ക് ജനോപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സർക്കാരുകളോട് ഇത്തരത്തിലുള്ള പുച്ഛം പരസ്യമായിട്ട് പ്രധാനമന്ത്രി തന്നെ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഈ രേവണ്ണയെക്കുറിച്ച്, പ്രജ്വൽ രേവണ്ണയുടെ ഈ ലീലാവിലാസങ്ങൾ, മദന കാമരാജൻ കഥകളെക്കുറിച്ച്, സ്ത്രീ പീഡനത്തെക്കുറിച്ച്, ലൈംഗിക അധിക്ഷേപങ്ങളെക്കുറിച്ച്, രാജ്യം വിട്ട് പോയതിനെക്കുറിച്ച് അവർക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായവുമില്ല. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ പറഞ്ഞ BJPയുടെ ഈ പരസ്പര വിരുദ്ധതയെ, അവരുടെ മൂല്യബോധമില്ലാത്ത അധികാര രാഷ്ട്രീയത്തേക്ക് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് നേരിടും. ഇന്ത്യ രാജ്യത്തുടനീളം അതിന് ആനുപാതികമായ ചലനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറെ നമ്മളെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് അറിയാതെ അദ്ദേഹത്തിന് സീറ്റ് നൽകിയതോ മോദി അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തിയതോ അല്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ വിവരങ്ങളും 2023 തന്നെ പരസ്യമായതാണ്. അദ്ദേഹത്തെ ആ പാർട്ടിയുമായി തന്നെ സഖ്യം പാടില്ല എന്ന് അവിടുത്തെ BJP നേതാക്കൾ അമിത്ഷായെ അറിയിച്ചതാണ്. അത്തരം വിവരങ്ങളെല്ലാം പുറത്തു വരികയാണ്. എന്നിട്ടും ഈ വീഡിയോ ഉൾപ്പെടെ BJP നേതാക്കൾക്ക് കൈമാറിയതാണ്. എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി വന്ന് വോട്ടഭ്യർത്ഥിക്കുന്നു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി തിരിച്ചടിയാവില്ലേ നിങ്ങൾക്ക്? ഈ ചർച്ചയുടെ തുടക്കം തന്നെ നിങ്ങളുടെ ഓഡിയോ മ്യൂട്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ കഴിയാതെ വന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് അജിംസ് എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അതൊരു തരത്തിലും യോജിക്കാനും കഴിയുന്ന ഒരു നടപടിയല്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങനോട് ചോദിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, JDS-നെ സംബന്ധിച്ച് അവരുടെ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. BJP-യുമായി അതിന് യാതൊരു ബന്ധവും രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഇല്ല. പിന്നെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഞങ്ങൾ ഉത്തരം പറയേണ്ട, അതല്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങ് ചോദിച്ചതുപോലെയുള്ള ചില ചോദ്യങ്ങളാണ്. അത് രാഷ്ട്രീയത്തിലെ ചില ഘടകങ്ങൾ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് ആ തരത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നങ്ങളാണോ, കെട്ടിച്ചമച്ച പ്രശ്നങ്ങളാണോ? ഇപ്പോ കുമാരസ്വാമി തന്നെ അതിനെ സൂചിപ്പിച്ചിട്ടുള്ളത് അവരുടെ കുടുംബത്തിനെതിരായി കോൺഗ്രസ് നടത്തുന്ന ചില വ്യാജ പ്രചരണങ്ങളും മറ്റു നടപടികളും മാത്രമാണ് ഇത് എന്നാണ്. അപ്പൊ അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ച്, ഇതിന്റെ വ്യാപ്തിയെ സംബന്ധിച്ചൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ആണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്, അവരുടെ പോലീസാണല്ലോ അവിടെ ഉള്ളത്. അവർ അത് അന്വേഷിക്കട്ടെ. അവർ അതിൽ കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. അതിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ കാര്യമോ അതല്ലെങ്കിൽ ആ നിയമ നടപടികളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന സംവിധാനമോ BJP-യെ സംബന്ധിച്ചില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ നൌഷാദ് അലി സൂചിപ്പിച്ചപ്പോ അദ്ദേഹം വല്ലാതെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയപരമായി ഇതിന്റെ ധാർമ്മികതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ ധാർമ്മികത 100% പുലർത്തേണ്ടത് തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള മറ്റു വിഷയങ്ങളിലും അതങ്ങനെ പുലർത്തപ്പെടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസുകാർ ഇലക്ഷന് നിർത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷന് മത്സരിപ്പിച്ചിട്ടുള്ള ഏതാണ്ട് 3-4 പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുള്ള ആളുകൾ, ഞാൻ അവരുടെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയാൻ ശ്രീ നൌഷാദ് അലിയെ പോലെ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. സോളാർ കേസ് ഉണ്ടായ സമയത്ത് എത്ര ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു, എത്ര ആളുകൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടായി. അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരായിരുന്നു. അവരെല്ലാം നിങ്ങളുടെ CBI തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടാണ് അവർ മത്സരിച്ചത്, വെറുതെ അല്ല. ഞാനത് എത്രയോ നാളുകാലത്തെ അന്വേഷണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നടപടിയാണിത്. ഞാൻ ക്ലീൻ ചിറ്റ് കൊടുത്തോ, നടപടി നടന്നോ, അതിന്റെയൊക്കെ നടപടികളൊന്നും പൂർത്തിയായി കഴിഞ്ഞിട്ടില്ലല്ലോ. CBI അന്വേഷണം കഴിഞ്ഞാലും
ക്ലീൻ ചിറ്റ് കൊടുത്താലും കോൺഗ്രസ്സുകാർ പറയുന്നത് BJP എല്ലാ അന്വേഷണ ഏജൻസികളെയും വരച്ച് വരയിൽ നിർത്തുന്നു, ഞങ്ങൾ എല്ലാവരെയും കൊച്ചുവലം കെട്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ. ഈ വിഷയത്തിൽ അവർ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളും അവരത് അംഗീകരിക്കണ്ടേ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ? അപ്പൊ ഒരു വിഷയത്തിൽ അംഗീകരിക്കുകയും മറ്റു വിഷയങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടി ശരിയല്ലല്ലോ. അപ്പൊ ഈ വിഷയത്തിലെങ്കിലും അവർ ആ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളെ അംഗീകരിച്ചാൽ അതിന്റെ അത് നടപടികളൊന്നും കേന്ദ്ര ഏജൻസികളുടെ ക്രെഡിബിലിറ്റിക്ക് ഉദാഹരണമായിട്ടല്ല പി കൃഷ്ണദാസ്. അവരന്വേഷിച്ചിട്ട് പോലും ഒന്നും കിട്ടിയില്ല എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു ഏജൻസി ഇല്ല അന്വേഷിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷണം നേരിട്ടിട്ടുള്ള ആളുകൾ അവർക്കെതിരെ നടപടി ഉണ്ടായോ, അവർക്കെതിരെ ഏതെങ്കിലും തെളിവുകൾ ഉണ്ടായോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ആരോപണം നേരിട്ട ആളുകൾ ഇവിടെ ആരോപണമായിട്ടല്ലേ ഉള്ളൂ. അത് അന്വേഷണത്തിലേക്ക് വന്ന് ഒരു കോടതി ശിക്ഷിക്കുന്ന നിലപാടിലേക്കൊന്നും ആയിട്ടില്ലല്ലോ. ആരോപണങ്ങൾ അന്വേഷണം നടക്കട്ടെ, കോൺഗ്രസ്സുകാരല്ലേ ഭരിക്കുന്നത്, അവർ അറസ്റ്റ് ചെയ്ത് അവർ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. അതിനപ്പുറത്തേക്ക് BJP സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ട കാര്യം ഈ കാര്യത്തിലില്ല. ഞാൻ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചത് അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആദർശ പ്രസംഗത്തിനൊന്നും കോൺഗ്രസ് മുതിരേണ്ടതില്ല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു സ്വാഭാവിക നടപടി എന്നുള്ള നിലക്ക് ആ തരത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ കൃത്യമായ നടപടി എടുക്കേണ്ടത് അതാത് പാർട്ടികളാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമില്ല, നടപടിയെടുത്ത ചരിത്രമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ JDS അദ്ദേഹത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ നടപടിയുമായി മുന്നോട്ട് പോയി അതിലൊരു തീരുമാനമുണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അത് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, മൂന്നാം ഘട്ടത്തെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ പരാജയം അറിയേണ്ട കാലഘട്ടം കഴിഞ്ഞു. അല്ല കൃഷ്ണദാസ്, നിങ്ങൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെയുള്ള മുദ്രാവാക്യമുള്ള ആൾക്കാരാണ്. ഇങ്ങനൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് ഇയാളൊരു സൈക്കോ ആണ്. ആ കത്തിലെ വാചകം അതാണ്. ഇയാളൊരു സൈക്കോ ആണ്, കിഡ്നാപ്പറാണ്, റേപ്പിസ്റ്റാണ്, മർഡററാണ് എന്ന് ഈ കത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു. അമിത്ഷായ്ക്കാണ് കത്ത് പോയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷന് കൈമാറിയിട്ടുമുണ്ട്. എന്നിട്ടും അവരുമായി കൂട്ടിച്ചേരുന്നതിനോ ആ പറയുന്ന ആരോപണ വിധേയനെ മത്സരിപ്പിക്കുന്നതിന് നിങ്ങൾക്കൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി വന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ അത് മോദിയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രസംഗിക്കുകയാണ്. അല്ല, ഞാനതാ സൂചിപ്പിച്ചത് അതൊരു ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ആ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല. അന്ന് ഈ പരാതിക്കാരില്ല, പരാതിയില്ലാത്തതുകൊണ്ട് കേസില്ല. ഈ പ്രശ്നം ഉന്നയിക്കുന്നത് നിങ്ങളുടെ ഒരു തോറ്റ MLA ആണ്. ഒരു MLA തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. ആ കത്ത് എഴുതിയിട്ടുള്ള അമിത്ഷായ്ക്കാണ്. അത് എമർജന്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്ന തലക്കെട്ട് കൂടിയാണ് ആ കത്ത്. ആ കത്തിനെ കുറിച്ച് BJP അന്നത്തെ സംസ്ഥാന അധ്യക്ഷന് അറിയാം. ഇത്തരം കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ അവരുമായി കൂട്ടുകൂടിയത്. അല്ല, ഞാൻ അതാണ് സൂചിപ്പിച്ചത് ജിംസെ. ആ തരത്തിലുള്ള നടപടികളെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ആ പാർട്ടിയാണ്, JDS ആണ്. അവർ അതിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൽ BJP എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട സാഹചര്യം നിലവിലില്ല. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ളത് കർണാടകത്തിലെ BJP നേതൃത്വമാണെങ്കിലും കർണാടകത്തിലെ NDA നേതൃത്വമാണെങ്കിലും അവർ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അവർ അതിൽ ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്താനും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കാനും അതിൽ നിയമ നടപടി നേരിടേണ്ടത് നിയമ നടപടി നേരിടാൻ നിർദ്ദേശിക്കാനും ഒക്കെ പ്രാപ്തരും കഴിവുള്ളവരുമാണ്. അവരത് നടത്തുമല്ലോ, അതിനൊരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ, അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമല്ലോ. ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് നേരിടേണ്ട ആളുകൾ നേരിട്ടോട്ടെ. അതൊന്നും BJP ബാധിക്കുന്ന കാര്യങ്ങളല്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെയും ബാധിക്കുന്നതല്ല. പിന്നെ അതിലൊരു ധാർമ്മികതയുണ്ട്. ധാർമ്മികതയില്ലേ എന്ന് ചോദിച്ചാൽ അതിലൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നിലപാടുകളോ BJP സ്വീകരിക്കും. NDA എന്നുള്ള നിലക്ക് അവരവിടെ സ്വീകരിക്കും. അതിലൊരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. ഞാൻ പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിലൊരു കാര്യത്തെ ലഘൂകരിക്കാനോ ഏതെങ്കിലും തരത്തിലൊരു കാര്യത്തെ ന്യായീകരിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അതിൽ ഒരു വലിയ ആശ്വാസം കൊണ്ടുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി പോകാൻ വേണ്ടി പോകുന്നു എന്ന് ഗീർവാണ പ്രസംഗം നടത്താൻ കോൺഗ്രസ്സുകാരുടെ ധാർമ്മികതയെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്കും ആ തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് നേരിട്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ആളുകൾ തന്നെയാണ് കേരളത്തിൽ മത്സരിക്കുന്നത്, ആരോപണം നേരിട്ട ആളുകൾ തന്നെയാണ്. അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ഇപ്പൊ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വർഷങ്ങൾക്ക് മുൻപ് എത്രയോ ആരോപണങ്ങൾ നേരിട്ടു. ഒരു സ്ത്രീയിൽ നിന്നാണോ, എത്രയോ ആളുകളിൽ നിന്ന് ആരോപണങ്ങൾ നേരിട്ടു. അപ്പൊ അതൊക്കെ ആരോപണങ്ങൾ എന്നുള്ള നിലക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിലും പല ആളുകൾക്കുമെതിരെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടക്കട്ടെ. അതിലൊന്നും ഒരു തരത്തിലും ഒരു തരിമ്പ് പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട് പിന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയല്ല BJP. അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അന്വേഷണത്തിൽ പ്രതിയാണെങ്കിലും അതിൽ ആരോപണ വിധേയനാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം, നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വ്യവലാതിയും ആ കാര്യത്തിനകത്തില്ല. ഓക്കെ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കഥ നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്നത് എന്താണെന്ന് നമുക്കറിയാം. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ശ്രീ A. സമ്പത്ത്, ഇത് ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. UP ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഗുജറാത്തുണ്ട്. ഗുജറാത്തിലെ 26 സീറ്റുകളാണ് നടക്കുന്നത്.
അതുപോലെ മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ഈ ഒരു വിഷയം BJPക്ക് ഒരു പ്രശ്നമായി മാറുമോ? അജിംസ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യത അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ വേണമെങ്കിൽ ലഘൂകരിക്കാനുള്ള പരിശ്രമം നടത്താം, സ്വാഭാവികമായി. പക്ഷെ അത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വകാര്യത എന്നുള്ളതോ അല്ലെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളെന്നുള്ളതോ, കുറച്ചുകൂടി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞാൽ ആരുടെയെങ്കിലും അത്തരത്തിൽ അവരുടെ കിടപ്പറയിലേക്കുള്ള ഒളിച്ചുനോട്ടം എന്നുള്ളതോ അത്തരത്തിൽ ജസ്റ്റ് ലൈക്ക് എ പീപ്പിംഗ് ടോം, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ BJP സ്വാഭാവികമായി കർണാടകത്തിലെ ഭരണകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് എതിരായി പറയുകയും കോൺഗ്രസ് BJPക്ക് എതിരായി പറയുകയും ചെയ്യുക എന്നുള്ളതോ, അല്ല ഞാൻ CPIMനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് BJPക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടോ അത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളതല്ല അജിംസെ വിഷയം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ഇത് കേട്ട് വരുമ്പോൾ എൻ്റെ വിനീതമായ ഒരു ചോദ്യം, ഈ എമിഗ്രേഷനും കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ പരമാധികാരം എന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണോ സംസ്ഥാന ഗവൺമെൻറ്റിനാണോ? സിവിൽ ഏവിയേഷൻ എന്നുള്ളത് ഉപരിതല ഗതാഗത വകുപ്പ് പോലെ തന്നെ സിവിൽ ഏവിയേഷൻ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണോ ഒരു സംസ്ഥാന സർക്കാരാണോ? വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ്റാണോ അതല്ല ഒരു സംസ്ഥാനത്തെ സർക്കാരാണോ? ഞാൻ ഈ 3 കാര്യങ്ങൾ പറയാനിടയായത് എന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, വ്യക്തി എന്നുള്ളതൊരു സാധാരണ പൗരനാണ് എങ്കിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലേക്കൊന്നും പോവില്ലായിരുന്നല്ലോ. ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്, ആ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ അപ്പൻ അങ്ങനെ നമ്മൾ ആ തലമുറ ഒരു 3 തലമുറയായി അത്തരം കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. BJPയുടെ സഖ്യകക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് അത് സഖ്യകക്ഷി തീരുമാനിക്കേണ്ടതാണ് എന്ന് BJPക്ക് അങ്ങനെ പറഞ്ഞ് തടി തപ്പാനായി കഴിയുന്നതാണ്. NDAയുടെ മുഖ്യ കക്ഷി എന്നുള്ളത് BJPയാണ്. കർണാടകത്തിൽ ഈ പറയുന്ന ദേവഗൌഡയുടെ ജനതാദൾ വിഭാഗം BJPയുമായി സഖ്യകക്ഷിയാണോ അല്ലയോ? ശരി, പഞ്ചാബിലാണ് എങ്കിൽ ശിരോമണി അകാലിദൾ നിലവിൽ അവരുമായി സഖ്യകക്ഷി അല്ല എന്ന് പറയാം. തമിഴ്നാട്ടിൽ AIDMK കൂട്ടി യോജിപ്പിച്ചൊക്കെ നിർത്തുന്നതിന് ശ്രമം നടത്തി, അത് മറ്റു പല കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഖ്യകക്ഷി ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇനി BJPക്ക് പറയാം ഞങ്ങളുടെ സഖ്യകക്ഷി അല്ല എന്ന് തന്നെ പറയാം. ഒഡീഷ സംസ്ഥാനത്ത് ബിജു ജനതാദൾ ഞങ്ങളുടെ സഖ്യകക്ഷി അല്ല എന്ന് തന്നെ അറുത്തുമുറിച്ചെത്ര പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് സംസ്ഥാനം വിട്ടു കഴിയുമ്പോഴുള്ള വിഷയം മറ്റൊന്ന്. ഇത് ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ വിഷയമുണ്ട്. പക്ഷേ കർണാടക സംസ്ഥാനത്ത് എന്താണ്? കർണാടക സംസ്ഥാനത്ത് ദേവഗൌഡയുടെ HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഈ ജനതാദൾ വിഭാഗം നിർബന്ധമായും നിശ്ചയമായും ഈ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിലെ ഘടകകക്ഷിയാണ് എന്നുള്ളത് മാത്രമല്ല, അജിംസ് നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം ഇവിടെയുണ്ട്. ഇത് പെട്ടെന്ന് ഉടലെടുത്തതല്ല. ഇപ്പറയുന്നതായ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള, ഞാൻ അദ്ദേഹം എന്ന് സഭ്യമായും മാന്യമായും ഞാൻ ആ പദം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ ക്ലിപ്പിങ്ങുകളൊന്നും കണ്ട ആളല്ല, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേട്ടറിവ് മാത്രമുള്ള ഒരാളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ഞെട്ടിക്കുന്നതാണ്. ആരെങ്കിലും അത്തരത്തിലുള്ള ആരുടെയെങ്കിലും ബന്ധങ്ങളെ സംബന്ധിച്ചോ അത്തരത്തിലുള്ള ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ള നിലയിലേക്ക് പോയാലോ, അല്ല ഇനി ഈ പറയുന്നത് അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ വക്കീലന്മാരുടെ ഇരിപ്പുണ്ടല്ലോ, ആ അഡൾട്ടറി എന്നുള്ള നിലയിലേക്ക് അങ്ങനെ അതിനെ ഈ നമ്മൾ മുദ്ര കുത്തിയാലോ, അതല്ല ഇനി അതൊരു നമ്മൾ സമൂഹം അംഗീകരിക്കുന്നതിനപ്പുറമായി ചിലപ്പോൾ അഡൾട്ടറി അല്ല ഇത് വിഷയം. ഒരു 47 വയസ്സുള്ള ഒരു സ്ത്രീ തന്നെയും തന്റെ മകളെയും പീഡിപ്പിച്ചു എന്ന് പോലീസിൽ പരാതി കൊടുത്തതിനെ തുടർന്നാണ് കേസ് വരുന്നത്. റൈറ്റ്, അതെ അതെ, അതാണ് അത് പറയുന്ന ആ സ്ത്രീയുടെ പ്രായമത്ര അജിംസ? ആ സ്ത്രീയുടെ പ്രായമത്ര? അവരുടെ മകളുടെ പ്രായമത്ര? ഇത് ആദ്യമായി ഉണ്ടായ സംഭവമല്ല എന്നുള്ളതും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നുള്ളതും സംസ്ഥാന അധ്യക്ഷൻ അറിയാമായിരുന്നു എന്നുള്ളതും അഖിലേന്ത്യാ അധ്യക്ഷന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നതാണ് എന്നുള്ളതും, എന്നിട്ട് തന്നെ സ്റ്റാർ ക്യാമ്പയിനറായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ അവിടെ അത്തരത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്ന് നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ, ബിൽക്കിസ് ബാനു കേസ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻവെർട്ടഡ് കോമയിൽ ഗുസ്തിവീരന്റെ കേസ്, ഞാൻ ആ പേര് പറയുന്നില്ല, കത്വയിലെ കേസ്,
ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് യാദൃച്ഛികമായ സംഭവങ്ങൾ എന്നെല്ലാം പലതും പറഞ്ഞൊക്കെ തള്ളാനായി അത്തരത്തിൽ വരട്ടെ ഇത്തരം കാര്യങ്ങൾ. കുറ്റകൃത്യമുണ്ടായാൽ ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുക മാത്രമല്ല അതിൻ്റെ കൃത്യമായ വിചാരണ. ഫ്രീ പറയുന്നത് അവർക്ക് ഈ സാമ്പത്തികമായി ശേഷിയൊന്നും ഇല്ലാത്തവരും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്കും അവർക്ക് നിയമത്തിൻ്റെ കരങ്ങൾ ഇങ്ങനെ ഈ തേറ്റീസ് ദേവതയുടെ കണ്ണുകൾ കെട്ടപ്പെട്ടതാണ് എങ്കിൽ പോലും എല്ലാ വിധത്തിലും അവർക്ക് സംരക്ഷണത്തിൻ്റെ ആലിംഗനം ആ വിധത്തിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? അതിൻ്റെ തണലെന്നല്ല, സംരക്ഷണത്തിൻ്റെ ആലിംഗനം അതവിടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമവും നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും എല്ലാം അത്തരത്തിലാണ് വരേണ്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷി അത് അവരുടെ സഖ്യകക്ഷിയായിരുന്നാൽ പോലും ഇക്കാര്യത്തെ സംബന്ധിച്ച് സംശുദ്ധമായ മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ നിലപാടെടുക്കുകയും ആ നിലപാട് തെറ്റിനെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റിനെ തള്ളിപ്പറയാനും അത് തിരുത്തിക്കാനും ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെതായ അടുത്ത ഘട്ടത്തെ ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കാനാണ്, അങ്ങനെയെല്ലാം വളരെ നമ്മൾ ലഘൂകരിച്ച് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം പുരുഷന്മാരാണ്. അജിംസ് ആയാലും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമ്പത്തായാലും നൗഷദ് അലി ആയാലും ശ്രീ കൃഷ്ണദാസ് ആയിരുന്നാലും നമ്മളെല്ലാവരും പുരുഷന്മാരാണ്. നമ്മളെല്ലാം ജനിച്ചു വളർന്ന് ജീവിച്ചു വരുന്നതായിട്ടുള്ള ഒരു മേൽ ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ, അതിൻ്റെ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ നമ്മളെല്ലാം വരുമ്പോൾ ഇത്തരത്തിൽ ഒരു അമ്മയുടെ, ഒരു സഹോദരിയുടെ, ഒരു മകളുടെ, ഒരു സ്ത്രീയുടെ, ഒരു വനിതയുടെ, ഒരു പെൺകുട്ടിയുടെ മനോവികാരവും അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും സംബന്ധിക്കുന്ന, അവരുടെ ജീവനെയും മാനത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുമായി എല്ലാ അർത്ഥത്തിലും ചിലപ്പോൾ പോകില്ല എന്ന് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും ഉമ്മമാരും അടക്കം എന്നോട് ക്ഷമിക്കണം. കാരണം പുരുഷന്മാരുടെ മാനസികാവസ്ഥ അത്തരത്തിലായിപ്പോയതുകൊണ്ട് പുരുഷന്മാർ നിയന്ത്രിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തലപ്പത്തിരുന്ന് അത്തരത്തിൽ ആരെങ്കിലും ഇങ്ങനെയെല്ലാം പറയുന്നത് അതൊന്നും യോജിക്കാൻ കഴിയുന്നില്ല. ബേട്ടി ബച്ചാവോ മുദ്രാവാക്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന നേതാക്കളുടെ എല്ലാം സംസ്ഥാനങ്ങളിൽ പെൺ ഭ്രൂണഹത്യ ഇങ്ങനെ നടക്കില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഈ ചർച്ച തീരുന്നതിനിടയിൽ നൂറുകണക്കിന് ഈ ഫീമെയിൽ ഫെർട്ടിസൈഡ് നടന്നിട്ടുണ്ടാവും എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ടാണല്ലോ ഈ സെക്സ് റേഷ്യോയിൽ അത്തരത്തിൽ ഈ പെൺകുട്ടികൾക്ക് എതിരായി ഈ ആൺകുട്ടികൾക്ക് വല്ലാതെ ഒരു തുലനം അത്തരത്തിൽ അങ്ങനെ ലഭിക്കുന്നത്. അത് പ്രകൃതിയുടെ നിയമത്തെയെല്ലാം ആ വിധത്തിൽ ഇങ്ങനെ അട്ടിമറിച്ചു കൊണ്ടുവരുന്നു. അതിനെയെല്ലാം വാസ്തവത്തിൽ ഈ ഒരു ഈ ഇന്ത്യൻ സമൂഹം ഇപ്പോഴും അംഗീകരിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് കേഴുക പ്രിയനാട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നതായ ഒരു വിഷയമൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ. ഇത് ഈ ന്യായീകരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഉണ്ട് എങ്കിൽ അവർ ഈ രാഷ്ട്രത്തോടും സ്വന്തം അമ്മയോടും സ്വന്തം പെൺമക്കളോടും ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുട്ടികളോടും ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമായി പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ നൗഷാദ് അലി, ഈ വിഷയം കഴിഞ്ഞ വർഷം തന്നെ ഫ്ലോട്ട് ചെയ്യപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെതിരെ ഗാഗ് ഓർഡറിന് വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ശ്രദ്ധയിലുണ്ടാകും. അത് ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഇതൊരു എന്താണ് പറയുക, നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന നിലയിൽ തന്നെ ഭരണകൂടത്തിന് അതിൽ നടപടി സ്വീകരിക്കാവുന്നതായിരുന്നു. പക്ഷേ ഹാസനിൽ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു അതൊരു കേസെടുക്കാൻ. ഇവിടെ നിങ്ങൾ അതിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച കേസ് ഇവിടെ അജിംസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ കൃഷ്ണദാസ് പറയുകയുണ്ടായി, BJPയുടെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായമല്ലേ, അപ്പോൾ കേരളത്തിലെ സോളാർ കേസിലെ CBIയുടെ തീർപ്പൊക്കെ എന്താ നിങ്ങൾ അംഗീകരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കേണ്ട. എത്രമാത്രം ബാലിശമാണ് ഇതൊക്കെ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇവിടെ BJPയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാണ് കേന്ദ്ര ഏജൻസികൾ. കേന്ദ്ര ഏജൻസികൾ BJPയുടെ ഹിതമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേന്ദ്ര ഏജൻസികളെ നമ്മൾ കുറ്റം പറയുന്നത്. BJPയുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇരകൾ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കളുമാണ്. അത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിയിട്ട് തെളിവില്ല, വ്യാജമാണ് എന്ന് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞതാണ് CBI. അത്തരമൊരു കാര്യം അദ്ദേഹം വീണ്ടും എടുത്തിട്ടുകൊണ്ട് ഇതുപോലൊരു മനുഷ്യനെയൊക്കെ അവിടെ ന്യായീകരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണദാസൻ ചിലപ്പോൾ BJPയിലെ കർണാടക നേതാക്കളുടെ വികാരം പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞു കാണില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബാലൻസിന് വേണ്ടി ഇത് പറയുന്നത്. ഇതൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കൂ, അജിംസെ, ഇവിടെ സുമോട്ടോ കേസാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കർണാടകയിൽ എടുത്തിട്ടുള്ളത്. കർണാടകയിൽ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇദ്ദേഹം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഈ ദൃശ്യങ്ങളുടെ പ്രചരണമൊക്കെ തടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം
ഇത് ഒരു മുഖ്യമായ ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നൊരു സാഹചര്യത്തിൽ സുമോട്ടോ കേസെടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായ പക്ഷപാതിത്വങ്ങളും ഇല്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സിദ്ധാരാമയ്യ എന്ന മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിലൊക്കെ കർശനമായ നിലപാടുള്ള ആളാണ്. നിങ്ങളൊക്കെ മുൻകാലങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും കേട്ടുകേൾവിയുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ തയ്യാറാകുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനില്ല എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല, ഈ പറഞ്ഞ ദേവഗൌഡയുടെ ഈ കുടുംബ രാഷ്ട്രീയമൊക്കെ നിരന്തരം എതിർക്കുന്ന, അതിനെതിരെ വലിയ കലാപക്കൂടി ആ പാർട്ടിക്കകത്ത് ഉയർത്തി ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു പൂർവ്വ പശ്ചാത്തലം കൂടി സിദ്ധരാമയ്യക്കുണ്ട്. അതുകൊണ്ട് അത്തരം ആ ദിശയിൽ നിങ്ങൾ ഇതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏതായാലും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ വലിയ തോതിൽ നിരാശപ്പെടുത്തേണ്ട ഒരു അവിശ്വസനീയത നിറഞ്ഞൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ 1000-ഓളം സ്ത്രീകളുമായിട്ട് 2900-ലധികം വീഡിയോ ക്ലിപ്പിംഗ്സുകളൊക്കെ ആയിട്ട് ഇത്തരത്തിലൊക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ രംഗം എത്രമാത്രം മലീമസമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഹാസനിൽ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുകയും വീണ്ടും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹത്തെ ഈ അടുത്തിപ്പോ ജനതാദൾ പാർട്ടിയിൽ നിന്ന് അവർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വാർത്തയും നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തെ വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ അനുവദിച്ചു എന്നും നമ്മൾക്കറിയാം. അപ്പോ ഇതൊക്കെ ഇതിന് വളം വെക്കുന്ന ആളുകൾ ആരാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം തിന്മകളുടെ പ്രതിരൂപങ്ങളെ ഏതു പാർട്ടിയാണെങ്കിലും അത് മാനവിക ബോധമുള്ളവർ ഒരുമിച്ച് ചേർന്ന് എതിർക്കുകയും നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അവിടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കും മുതലെടുപ്പും ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഹാസനിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോകുകയൊന്നുമല്ല, അതിന് മുമ്പ് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കൂ, അവിടെ 68 വയസ്സ്, ആ വീഡിയോയിലുള്ളതായി പറയപ്പെടുന്ന ഒരു സംഭാഷണം, 68 വയസ്സായ ഈ രേവണ്ണയുടെ വീട്ടിലെ വേലക്കാരി ഈ പ്രജ്വൽ എന്ന് പറയുന്ന ക്രിമിനലിനോട് യാചിക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനും മുത്തശ്ശനും ചോറ് വിളമ്പി കൊടുത്തിട്ടുള്ള ഒരാളാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് യാചിക്കുന്ന ഒരു ദൃശ്യം കൂടിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും സീരിയസ് ഒഫൻഡർക്കെതിരെ നിങ്ങൾക്ക് കേസെടുക്കാൻ ഈ ഹാസനിലെ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നോ? അല്ല, ഹാസനിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുമോട്ടോ കേസ് ആ വിഷയത്തിലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലൊരു അവധാനതയോടുള്ള ചുവടുകളാണ് അവിടെ അനുപേക്ഷണീയമായിട്ടുള്ളത്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേരമകൻ, ജനപ്രതിനിധി, അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ജനവികാരം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലും അല്ല എന്ന് കൺവിൻസ് ചെയ്തുകൊണ്ടൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് ഉദ്ദേശിച്ച ഫലമുണ്ടാവുക. നിങ്ങൾ പറഞ്ഞ ഈ പ്രതി ഇന്ന് കർണാടകയിലെ ജനത്തിന് മുന്നിൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ ഒരു വില്ലൻ പരിവേഷത്തോടുകൂടി നിൽക്കുകയാണ്. അവിടെ രാഷ്ട്രീയ പക്ഷപാതിത്വം എന്നൊരു ആരോപണത്തിന് യാതൊരു ഇടവുമില്ല. കർണാടകയിലെ ഗവൺമെന്റ് ഒരു വല വിരിച്ച് അദ്ദേഹത്തെ കൃത്യമായി പൂട്ടി എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ലാതെ എടുത്തു ചാടി ഒരു കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മറ്റൊരു ദിശയിൽ വ്യാഖ്യാനിക്കാനും അദ്ദേഹത്തിന് രക്ഷ നേടാൻ എളുപ്പമാകുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാകാനും സഹായിക്കുമായിരുന്നു എന്നുള്ള ഒരു യുക്തി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഇന്ന് വളരെ കൃത്യമാണ്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുമോട്ടോ കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ളൊരു പശ്ചാത്തലം തീർച്ചയായിട്ടും ഇവിടെ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ കൂടുതൽ ഉതകും എന്നുള്ളതാണ് അജിംസ് എന്റെ അഭിപ്രായം. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ ഈ ഒരൊറ്റ വിഷയത്തിലല്ല BJPക്ക് മറുപടി പറയേണ്ടി വരിക. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ നിരവധി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ BJP സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്. അത് ഉന്നാവോയിലാണെങ്കിലും ഹാത്രസിലാണെങ്കിലും ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ കേസിലാണെങ്കിലും ഇതിലെല്ലാം BJP ഒരു പാർട്ടി, ഒരു സർക്കാർ എന്ന നിലയിൽ സ്വീകരിച്ച നിലപാടുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന നിങ്ങളെ മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തിരുത്താൻ കഴിയാത്ത ഒരു കളങ്കമായി രമണ മാറുകയും ചെയ്യും. ശരിയല്ലേ? അജിംസെ, ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ ന്യായീകരിക്കുകയോ ഏതെങ്കിലും ഒരാൾ നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ന്യായീകരിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മറ്റൊരു അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ ക്വസ്റ്റ്യൻ അതല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. അമിത്ഷായ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവ് ഒരു കത്തയക്കുകയാണ്. അയാൾ കിഡ്നാപ്പറാണ്, അയാൾ മർഡററാണ്, റേപ്പിസ്റ്റാണ്. ഈ വിവരം നൽകുക എന്നുള്ളത് തന്നെ
അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിന് അമിത്ഷായ്ക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ആ തരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടമെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ഇതിലൊരു രാഷ്ട്രീയമില്ല എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കാണേണ്ട ഒരു സാഹചര്യം നിലവിലെ ഈ വിഷയമെന്നല്ല ആ തരത്തിൽ കാണുന്ന ഒരു വിഷയവുമായി അങ്ങനെ കാണേണ്ടതില്ല. പിന്നെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം, വിഷയങ്ങൾ ഉന്നയിക്കാം. അതൊക്കെ മറ്റൊരു വശം. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണെങ്കിലും ആ തരത്തിൽ ഏതെങ്കിലും ഒരു അക്രമം സ്ത്രീകൾക്കെതിരെ ഉണ്ടായാൽ അതിലെല്ലാം നടപടി ഉണ്ടാകണമെന്ന് നിഷ്കർഷയുള്ള പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കും. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ എഫ്ഐആർ ഇടാൻ എത്ര ദിവസം എടുത്ത് ഓർമ്മയുണ്ടോ കൃഷ്ണദാസ്? നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അജിംസെ, ഞാനൊന്ന് പറയട്ടെ. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരാൾക്കെതിരെ ആരോപണമുണ്ടായി അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അത് ഏത് സ്ഥാനത്തിരിക്കുന്ന ആളുമാകട്ടെ ആരോപണമുണ്ടായാൽ സ്വാഭാവികമായും ഒന്നുകിൽ അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ആൾക്ക് കോടതിയെ സമീപിക്കാം, അതിന്റെ മുൻകൂർ ജാമ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാം. ഇതൊക്കെ അതിന്റെ നിയമപരമായ വഴിക്ക് നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയോ സത്യാവസ്ഥ പരിശോധിക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള മര്യാദ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ എല്ലാം ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പോലീസും അത് അനുവർത്തിച്ചു വരികയാണ്. ഒരു ആരോപണം ഉണ്ടായാൽ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടൊരു നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണം നടത്തുക, അതിൽ വ്യക്തത വരുത്തുക, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ആ തരത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം ഇതിന്റെ നടപടിയുടെ ഭാഗമാണ്. ആ നടപടിക്രമത്തിന്റെ ഒരു കാലയളവ് എത്രയാണ് കൃഷ്ണദാസ്? അങ്ങ് ഒരു അഭിഭാഷകനാണല്ലോ. ഗുസ്തി താരങ്ങൾ എവിടെയൊക്കെ നിന്ന് സമരം ചെയ്തു? എത്ര ദിവസം, മാസങ്ങളോളം സമരം ചെയ്തു? ആ സമയങ്ങളിൽ മുഴുവൻ ഈ ഇരകളെ ഭീഷണിപ്പെടുത്താനും സാക്ഷികളെ കൂറുമാറ്റാനും വേണ്ടി അയാൾക്ക് അവസരം ഒരുക്കി കൊടുത്തു നിങ്ങൾ. എന്നിട്ടാണ് എഫ്ഐആർ ഇട്ടത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ആ വിഷയത്തിലുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ പോലീസിൽ പരാതി കൊടുക്കുന്നു, അതിനുശേഷം സമരരംഗത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ളതല്ലേ. ഞാൻ അതിൽ ആരെയെങ്കിലും മോശപ്പെടുത്തി കാണാനോ അതിന്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്യാനോ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വശത്തെ ഏതെങ്കിലും തരത്തിൽ പിന്തുണക്കാനോ ഒരു ഘട്ടത്തിൽ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അതിലെല്ലാ വശങ്ങളും പരിശോധിക്കുക ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിൽ പരാതി കൊടുക്കുക മാത്രമല്ല, കോടതിയിൽ പോകാനുള്ള അവസരമുണ്ട്, കോടതിയെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിക്കാനുള്ള അവസരമുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരെ നമുക്കിതിനെ രണ്ട് തലത്തിൽ വേണമെങ്കിൽ എടുക്കാം. രാഷ്ട്രീയപരമായി പരസ്യമായി സമരരംഗത്തേക്ക് വന്ന് രാഷ്ട്രീയപരമായ ഇടപെടലുകളുമായി മുന്നോട്ട് പോകും. ഉദാഹരണത്തിന് നമ്മുടെ വാളയാറിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ രണ്ടും നടന്നിട്ടില്ലേ? നിയമപരമായ നടപടിക്കൊപ്പം തന്നെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളും ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തരത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇത് കേരളം, ഞാനൊരു സംസ്ഥാനത്ത് എന്നുള്ളത് മാത്രമല്ല, ഞാൻ അങ്ങൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കേരളം അടക്കമുള്ള ഈ രാജ്യത്തെ ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും, അത് കർണാടകമാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും യു പി ആണെങ്കിലും നിങ്ങളെല്ലാം മുന്നിൽ വെക്കുന്നത് ആ സംസ്ഥാനങ്ങളാണല്ലോ. ഗുജറാത്തും യു പി എല്ലാം ആണല്ലോ. ഇനി ഏത് സംസ്ഥാനത്താണെങ്കിലും ആ സംസ്ഥാനത്ത് നടക്കുന്ന ആ തരത്തിലുള്ള ഒരു അക്രമത്തെയും ഒരു തരത്തിലുള്ള നടപടിയും ആരും ഇവിടെ പിന്തുണക്കുന്നവരല്ല. അതിൽ നടപടികൾ സ്വീകരിക്കുന്നവരാണ്, നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെന്റുകളാണ്. പക്ഷെ അതിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് വരുന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മുടെ നിയമത്തിൽ നിയമ നടപടിയും നടപടി സംവിധാനങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ എഫ്ഐആർ രേഖപ്പെടുത്തി അതിന്റെ നടപടികളുമായി രംഗത്ത് വരുന്നവരാണ് പോലീസ്. അതിന്റെ നിയമപരമായിട്ടുള്ള വശം അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ പോകാൻ വേണ്ടി കഴിയൂ. അപ്പൊ അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവിടെ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതല്ലേ. അങ്ങനെ അന്വേഷണം പ്രജ്വൽ രേവണ്ണ ജർമ്മനിക്ക് പോയത് കേന്ദ്ര സർക്കാർ അറിയാതെയാണോ? അല്ല, അതൊന്നും ഞാൻ ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല അജിംസെ. അജിംസിന് ചോദ്യം വെക്കുന്നതിൽ തെറ്റില്ല. അത് ഞാൻ ഉത്തരം പറയേണ്ട ഒരു വിഷയമല്ല. അത് ഞാനുമായി ബന്ധപ്പെടുന്നോ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെടുന്നോ ഇതിന്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നോ ഒന്നുമല്ല. അതൊക്കെ അതിന്റെ ഒരു തലത്തിൽ അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർക്കിടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന കാര്യങ്ങളിൽ ഞാൻ എന്തിനാ ആൻസർ പറയുന്നത്? അത് രാജ്യത്തെ കർണാടകത്തിലെ പോലീസ് അറിയാതെ പുറത്തു പോകും, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അറിയാതെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ? അപ്പൊ അതിലൊന്നും ഞാൻ ഉത്തരം പറയേണ്ട കാര്യമല്ല. അതൊക്കെ അവിടെ നടപടി ഉണ്ടെങ്കിൽ ആ നടപടി സ്വീകരിക്കേണ്ട ആളുകൾ മുന്നോട്ട് പോകും. നടപടി സ്വീകരിക്കാമല്ലോ, അതിലെന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. ശരി, ശ്രീ എ സമ്പത്ത്, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ വിഷയം ഇന്ത്യ മുന്നണിക്ക് എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും? കാരണം ഇന്ത്യൻ സൈക്കിനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒന്നാണ് ഇത്തരം കാര്യങ്ങൾ. നമുക്കറിയാം, ഈ നിർഭയ സംഭവത്തിന് ശേഷം ഉണ്ടായ പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൽ, അർബൻ മിഡിൽ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ള രോഷം അറിയാം.
പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഈ 3000 വീഡിയോയൊക്കെ പുറത്തു വന്നിട്ടും ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസ് ഒന്നും തെരുവിലിറങ്ങുകയോ മുദ്രാവാക്യം വിളിക്കുകയോ നടപടി ആവശ്യപ്പെടുകയോ നീതി തേടുകയോ ചെയ്യുന്നില്ല. 10 വർഷം മുമ്പുള്ള ഇന്ത്യ മാറിക്കഴിഞ്ഞു. ജിംസ, ഈ സ്വന്തം രക്തവും മാംസവുമാകുമ്പോൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ നാം മറന്നിടുന്നു എന്ന് MT എഴുതിയിട്ടുണ്ടല്ലോ. ഈ ഡൽഹിയിൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ടുള്ള, നമ്മൾ ആ പേര് ഇപ്പോൾ നിർഭയ എന്നാണല്ലോ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്, അത് ഈ ഇടത്തരം കുടുംബങ്ങളിൽ നമ്മൾ ഈ പറയുന്നത് സോ കോൾഡ് മിഡിൽ ക്ലാസ് അവരുടെയൊക്കെ മനസ്സിലുണ്ടായ ഒരു വേദന എന്നുള്ളത് തങ്ങളുടെ മക്കളിങ്ങനെ ഡൽഹിയിലേക്ക് പഠിക്കാൻ വന്നിരിക്കുന്നു, അത്തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അത്തരം കാര്യങ്ങളിലൊന്നും മുതിർന്നവർക്ക് കൂടുതൽ ഒരു പരിധിക്കപ്പുറം ഒന്നും ഇടപെടാനൊന്നും കഴിയില്ല. അവർ വെദർ ദേ ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി ഓർ നോട്ട്, അത് വേറൊരു വിഷയം. അപ്പോൾ ഈ കുട്ടികൾ, അപ്പോൾ അതിൽ ആദ്യം അത് അജിംസ് ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് ആ നിർഭയക്കെതിരായി ഉണ്ടായ ആക്രമണം കൂട്ടബലാത്സംഗം ആണ് നടന്നത്, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അന്ന് ചിലരെങ്കിലും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ കുട്ടി രാത്രി ഇങ്ങനെ പോയത്, എന്തിനാണ് ആ കുട്ടിയുടെ ഒരു പുരുഷനായ ആൺകുട്ടി സുഹൃത്ത് അത്തരത്തിലൊരു ബോയ് ഫ്രണ്ടിനോടൊപ്പം ചോദിച്ചതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയിലിങ്ങനെ. അപ്പോൾ ആ കുട്ടിയാണ് തെറ്റുകാരി എന്നുള്ള നിലയിലേക്ക് പോലും പറയുന്നതിന് അത്തരത്തിലുള്ള പല കോണുകളിൽ നിന്നും അത്തരത്തിൽ വരികയുണ്ടായി. ഇവിടെ വാസ്തവത്തിൽ സ്ത്രീയുടെ മാനം, പെൺകുട്ടിയുടെ ജീവൻ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ മുഖം ഒക്കെ തന്നെ വലിച്ചു ചീന്തപ്പെടുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഡൽഹിയിൽ അത്തരത്തിൽ പെൺകുട്ടികൾ, ഒരിക്കലും പുറത്തിറങ്ങാത്ത പെൺകുട്ടികൾ, ഒരിക്കലും മുദ്രാവാക്യം വിളിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾ, എന്തിനേറെ പറയുന്നു അങ്ങേറ്റത്തെ സുരക്ഷാ സംവിധാനമുള്ള രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള ഈ കൊടിമരത്തിലടക്കം, അതിൻ്റെ പുറത്ത് ഈ ഇന്ത്യയുടെ പതാക പാറിക്കുന്നതായിട്ടുള്ള ആ കൊടിമരത്തിലേക്കടക്കം വലിഞ്ഞു കയറി, നോർത്ത് ബ്ലോക്കിലെയും സൗത്ത് ബ്ലോക്കിലും അവിടെ ഈ വിളക്കുകാലുകളുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പെൺകുട്ടികളാണ്, മക്കളാണ് എന്ന് അവർ അത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു. പോലീസുകാരെ അന്തം വിട്ട് നിൽക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ മാറ്റത്തിന് അതിന് കാരണമായി. നമ്മൾ എല്ലാവരും, അത് മീഡിയ ആയാലും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളുമായിരുന്നാലും എന്തിനേറെ പറയുന്നു, അതൊരു ദ ഹോൾ അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി ഉൾപ്പെടെ ഇതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നടന്നത് ഡൽഹിയിലാണ് എന്നുള്ളത് കൊണ്ട് ലോകം മുഴുവൻ അറിയും. എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നുള്ളത്, എവിടെയാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നൂറുകണക്കിന് ആളുകളുടെ വംശഹത്യ നടക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയും അതിൻ്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനില്ലാതിരിക്കുകയും എഴുതി കൊടുത്താൽ വലിച്ചു കീറിക്കളയുകയും എഴുതി കൊടുത്ത പരാതികൾ അത് രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുകയും FIR-ന്റെ കോപ്പി കൊടുക്കപ്പെടാതിരിക്കുകയും കോടതിയിൽ കേസ് എത്താതിരിക്കുകയും കോടതിയിൽ കേസ് എത്തിയിരുന്നാലും അവിടെ ഈ സാക്ഷികൾ എത്താതിരിക്കുകയും സാക്ഷികൾ എത്തിയാൽ സാക്ഷികൾ മൊഴി പറയാനായി ഉണ്ടാവാതിരിക്കുകയും ആ സാക്ഷികളുടെ മൊഴി പറഞ്ഞാൽ പോലും അത് കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുകയും ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ തേറ്റീസ് ദേവത, ഈ നീതിയുടെ ദേവത അത്തരത്തിൽ നിഷ്പക്ഷമായി നീതിപൂർവകമായി പ്രവർത്തിക്കുന്നതിന് പകരം അത്തരത്തിൽ അതിൻ്റേതായുള്ള ടിൽറ്റിംഗ് ടുവേർഡ്സ് എങ്ങനെ എന്നുള്ളത് ഗുജറാത്ത് സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്കൊന്നും പോകേണ്ടതില്ല, ഇത് നമ്മൾ കണ്ടിട്ട് ക്രൂരമായ വംശഹത്യ അവിടെ നടന്നപ്പോൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലെങ്കിലും കൃത്യമായ നിലപാടെടുത്ത പല ആളുകളും എങ്ങനെയാണ് വേട്ടയാടപ്പെട്ടത് എന്നുള്ളത് കൂടി അറിയണം. തേജ് സെൽവാദ് അടക്കമുള്ള അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ നേരിട്ടത്. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് അവിടെ നിന്ന് തന്നെ അതിൻ്റെ വിചാരണ നടത്താൻ മഹാരാഷ്ട്രയിലേക്ക് മാറ്റേണ്ടി വന്നത്. അങ്ങനെ അതിനുശേഷം ഓരോരുത്തരെയായി അതിലകത്തെ പ്രതികളെ കൂട്ടിനകത്ത് നിർത്തി ഇന്ന ആളുകൾ കൃത്യമായി പ്രതിപാദിച്ചതിന് ശേഷം അവരെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ ക്രൂരകൃത്യം എന്താണ്? ബലാത്സംഗമാണ്. അതിൽ തന്നെ കൊലപാതകത്തെക്കാൾ നിന്ദ്യമായ ക്രൂരകൃത്യത്തിലെ ഏറ്റവും ബീഭത്സവും ജുഗുപ്സാഹവും പൈശാചികം എന്ന് പറഞ്ഞാലേ അതുകൊണ്ടും തീരില്ല, ക്രൂരമായ കൂട്ടബലാത്സംഗമാണ്. അവിടെ ഇവരെ ഇത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ നിന്ന് അവിടെ കള്ളം പറഞ്ഞിട്ട്, കള്ളത്തിന് കള്ളമെന്നല്ലേ പറയുള്ളൂ, ഒരു സംസ്ഥാന ഗവൺമെൻറ് തന്നെ അത്തരത്തിൽ കള്ളം പറയുക, എന്നിട്ട് ഇവരെ ഇത് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരെ ആനയിക്കുക, എഴുന്നള്ളിക്കുക, പൊതുയോഗങ്ങളിൽ കൊണ്ടുവരിക, വീരപുരുഷന്മാരായി ചിത്രീകരിക്കുക, ഇതും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം വളരെ സാത്വികമായി BJPയും സംഘപരിവാറുമെല്ലാം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ സ്ത്രീ അമ്മയാണ്, ദേവതയാണ്, ആരാധിക്കപ്പെടേണ്ടവളാണ് എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ മുന്നിലേക്ക്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ വരികയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ എന്നുള്ളത് ആ കുറ്റവാളികളെ എന്തു പറഞ്ഞാണ് ന്യായീകരിച്ചത് അറിയില്ലേ അജിംസെ? വർണ്ണ ആശ്രമത്തിൻ്റെ ധർമ്മങ്ങളിൽ, അങ്ങനെയാണ് എങ്കിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിനും ഈ വർണ്ണാശ്രമത്തിൻ്റെ ധർമ്മങ്ങളിൽ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്നതായ ഒരാളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് അദ്ദേഹം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അന്നത്തെ ആ പ്രതിയെ. ഇവിടെ ഇക്കാര്യത്തിൽ പിന്നീട്
ഇവിടെ സഖാവ് സുഭാഷിണി അലി അടക്കമുള്ളവരുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ 14 കൊല്ലത്തെ നിയമ പോരാട്ടവും പിന്നീട് സുപ്രീം കോടതി ഈ പ്രതികളെ ഓരോന്നിനെയായി തിരിച്ച് ജയിലറയ്ക്കുള്ളിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി നടത്തിയത് ഇത്തരം കാര്യങ്ങൾ ഇത് നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഒരു വിഷയം മാത്രമല്ല. ഇവിടെ നേരത്തെ പറഞ്ഞത് ഞാൻ നമ്മുടെ ഈ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പാർലമെന്റ് അംഗമായി ലോക്സഭയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഉണ്ടായിരുന്നതുമാണ്. ഞാൻ പേര് പറയുന്നതേ ഇല്ല. ആ പേര് മനഃപൂർവ്വം പറയാത്തതാണ്. ആ നാണക്കേട് ഉള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടികളായ ഈ നമ്മുടെ കായിക താരങ്ങൾ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തി എന്ന് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് അത്തരത്തിൽ എഴുതി അവരെ പറ്റിയെല്ലാം പറഞ്ഞ ആളുകൾ ഇവർ ഇത്തരത്തിലൊരു BJP നേതാവിനെതിരായി ആ നേതാവിൻ്റെ അത്തരത്തിലുള്ള ലൈംഗികമായ ചൂഷണങ്ങൾക്കെതിരായിട്ട് അതിന് ഈ കായിക വിനോദത്തെ അതിനെ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ തനിക്ക് അധികാരമുള്ളത് കൊണ്ടാണ് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ മാത്രമല്ല, പിന്നെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പാർലമെന്റ് അംഗം എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഇവർക്ക് പല ഈ ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുക്കണമെങ്കിലോ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിലോ അതിൻ്റെ ഏഷ്യാഡുമായി ബന്ധപ്പെട്ടല്ല ഇനി ഒളിമ്പിക്സിലേക്ക് പോകണമെങ്കിലോ ഈ മനുഷ്യൻ പറയുന്നതിനനുസരിച്ച് മാത്രമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ എല്ലാം കാണുന്നത് എന്താണ്? BJPയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങൾ വഴങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ വഴങ്ങിയില്ല എങ്കിൽ നിങ്ങളെ വഴിപ്പെടുത്തുമെന്നുള്ളതാണ്. അങ്ങനെ വഴങ്ങിയില്ല എന്നുള്ളത് പണം കൊടുത്ത് വശീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ അധികാരം ഉപയോഗിച്ച് വഴിപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ മോശമായിട്ടുള്ള ചില പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായ കാര്യങ്ങളാണ്. BJP ഈ വളരെ സാത്വികമായ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സ്ത്രീ വേട്ടയാണ്. ആ സ്ത്രീ വേട്ടയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നിയമമുണ്ടല്ലോ എന്ന്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമല്ലോ എന്ന്, കോടതിയിൽ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ളത് കോടതിയിൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒറ്റ കാര്യം അജിംസെ, ഞങ്ങൾ വക്കീലന്മാരുടെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഈ കോടതിയിലേക്ക് പോകുന്നത്. ഇല്ലാതെ ഒരു വക്കീലും ഒരു വക്കീൽ ഗുമസ്തനും അവിടെ സാക്ഷിയായോ പ്രതിയായോ വാദിയായോ ഒരു കോടതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇനി വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ചിലയിടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളുണ്ട്, തീരെ പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനങ്ങളുമുണ്ട്. ഈ വരാൻ പോകുന്ന ഘട്ടം എങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ ആകും ഈ തെരഞ്ഞെടുപ്പിൽ? ഇവിടെ അജിംസെ, ഇവിടെ നിലവിൽ 1ാം ഘട്ട വോട്ടെടുപ്പും 2ാം ഘട്ട വോട്ടെടുപ്പും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം നമുക്ക് അതിലൊക്കെ തൊട്ടെടുക്കാൻ സാധിക്കും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളാണ് തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിലെ ബഹുഭൂരിഭാഗം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ഞാൻ മനസ്സിലാക്കുന്നു മഹാരാഷ്ട്രയിൽ 48 സീറ്റുണ്ട്, ബീഹാറിൽ 39 സീറ്റുണ്ട്, രാജസ്ഥാനിൽ 25, UP 80. ഇവിടെയൊക്കെ സാരമായ പല മാറ്റങ്ങൾക്കും കളമൊരുങ്ങുന്നു എന്നുള്ളത് വിശ്വസനീയമായ വാർത്തകളാണ്. ഇവിടെ 400 സീറ്റിന്റെ കാര്യം ഇപ്പോ 300 സീറ്റിന്റെ കാര്യം പോലും ഏതാ യുപിയിലൊക്കെ മാറ്റം ഉണ്ടാവോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് യുപിയിലൊക്കെ വളരെ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. BJPയുമായിട്ട് സഹകരിച്ചു നിന്നിരുന്ന കഴിഞ്ഞ തവണ അവരുണ്ടാക്കിയ അംബ്രല്ല രാഷ്ട്രീയത്തിന്റെ കീഴിൽ നിന്നും വിവിധങ്ങളായ OBC സമുദായങ്ങൾ വഴിമാറി നടക്കുന്നു. ഇതിന്റെയൊക്കെ വ്യക്തമായ സൂചനകൾ UPയിൽ നിന്ന് ലഭ്യമാണ്. UPയിലൊക്കെ BJP പിന്നെ നിലവിൽ നേടിയതിനേക്കാൾ 20ഉം 25ഉം സീറ്റിലേക്കൊക്കെ കുറഞ്ഞു താഴേക്ക് വരുന്നൊരു സാഹചര്യമൊന്നും അതൊരു അതിശയോക്തിപരമല്ല എന്നുള്ളതാണ്. സതീശന്റെ വാക്കുകൾ കടമെടുത്താൽ വെള്ളത്തിന് തീപിടിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഈ സമയങ്ങളിൽ അവിടെ കാണുന്നത്. ഇവിടെ എല്ലാ കാലത്തും ഇതുപോലെ എല്ലാവരെയും വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല അജിംസെ. ഇവിടെ ഈ ഹിന്ദുവും മുസ്ലിമും എന്നൊരു വികാരമൊക്കെ വന്ന് നമ്മളിങ്ങനെ കീരിയും പാമ്പും ഒക്കെ ആയിട്ട് ഇവരുടെ നരേറ്റീവിനനുസരിച്ച് മാറണമെങ്കിൽ നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ജീവിത സൗകര്യങ്ങളിലും ഭദ്രമാണ്ട്. ഒന്ന്, നമ്മുടെ വയറ് നിറയണ്ടേ, നമുക്ക് ഒരു കയറിക്കിടക്കാൻ ഭദ്രതയുള്ളൊരു വീട് വേണ്ടേ, നമുക്കൊരു തൊഴിൽ വേണ്ടേ, നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ശുഭോദർക്കമായ സൂചകങ്ങൾ നമ്മുടെ മുന്നിൽ വേണ്ടേ, ഏതെങ്കിലും തരത്തിലുള്ള കൊടിയ ജാതീയ പീഡകൾ ഈ രാജ്യത്ത് അവസാനിക്കേണ്ടേ, ഇതൊന്നും ഇല്ല അജിംസെ. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ എപ്പോഴും നിങ്ങളെ ഹിന്ദുവാക്കി നിങ്ങളെ മുസ്ലിമിനെ നോക്കി അപരവൽക്കരണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റാൻ ഒരു കൂട്ടർക്ക് കഴിയും? നിങ്ങളെല്ലാ സമൃദ്ധിയും സമ്പൽ ചുറ്റുപാടുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ എന്ന നിലക്കുള്ള അടിസ്ഥാനപരമായ മാനുഷികമായ പരിഗണനകൾ പോലും നിറവേറ്റപ്പെടാത്തൊരു ഭരണകൂടത്തിന്റെ മുമ്പിൽ
തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആ ഒരു ബോധ്യവും ബോധവും വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വർഗീയതയൊന്നും എല്ലാ കാലത്തും വിജയിച്ച ചരിത്രമേ ഇല്ല. ഏതായാലും 10 വർഷമായിട്ട് നിരന്തരമായ വർഗീയത ഇവിടെ അലയടിക്കുകയാണല്ലോ. പ്രധാനമന്ത്രി തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും വർഗീയമാക്കുന്ന പ്രചാരണത്തിലേക്ക് രണ്ടാം ഫേസിന്റെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ടു മുമ്പായിട്ടും കടന്നല്ലോ. എന്തുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഇവർ മാറുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടിയാണ് ജിംസ്, നമ്മുടെ നാടിന്റെ ഒറ്റ കാര്യം, നമ്മുടെ നാടൊക്കെ നിങ്ങൾ നോക്കും. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇവിടെ വർഗീയ ലഹളകൾ നമ്മുടെ നാട്ടിൽ നടന്നാൽ പണ്ടൊക്കെ ഒരു ഈ ക്രൂരത കാണിച്ച ആളുകൾക്കെതിരെ കേസെങ്കിലും എടുക്കുന്ന സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഇരകൾക്ക് നേരെ കേസെടുക്കുന്ന ഒരു പുതിയ സംസ്കാരം, പരാതിപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്കൊക്കെ ബുൾഡോസറുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പുതിയ ഭരണ സംസ്കാരം, ഇതൊക്കെ ശിലായുഗ കാലത്ത് പോലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കാനന നീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വലിയ തർക്കമാണ്. വാജ്പേയി പറഞ്ഞ പോലെ രാജധർമ്മം പാലിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ അധികാര ചെങ്കോല് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതാം. ശരി, തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഫ്ലോട്ട് ചെയ്തു വരിക, ചർച്ചയാവുക എന്ന് ഇനി കാത്തിരുന്ന് കാണണം. അതല്ല ഇപ്പോഴുള്ള രീതിയിലുള്ള ഒരു വശത്ത് വർഗീയതയും മറുവശത്ത് ജനകീയ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണോ എന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ എ സമ്പത്ത്, ശ്രീ കെ പി നൌഷാദ് അലി ഇത്രയും സംസാരിച്ചത്.